നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അവരുടെ മനസ്സിൽ മുൻപോട്ട് എന്താണ് അവരുടെ മനസ്സിൽ അവർ കരുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. അവർ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് വേണം ഈ ഒരു റീഡിങ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ കാർഡായിട്ട് എടുക്കാം. ഫസ്റ്റ് കാർഡ് 8 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ ഒക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എടുക്കാം. ഏസ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം, എൻഡ് ചെയ്യാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. അവർ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവരുടെ മനസ്സിലുള്ളത്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ആളാണെന്നുള്ളതാണ്. അവർ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ കരുതുന്നത് നിങ്ങളുമായിട്ടൊരു ഫാമിലി ആയിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം. അപ്പോൾ ഫിനാൻഷ്യലി ഉള്ള സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ അവരുടെ ജോലിയിലാണെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻസ് ജോലിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ അവർക്കൊരു കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നിങ്ങളോട് അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല. അവരുടെ ഫാമിലി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യലി ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും സക്സസ് ആയില്ല. അവർ കരുതി അത്രയും നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് പോകുന്നില്ല എന്നാണ്. അവർ അങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല സ്റ്റെബിലിറ്റിയിൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. അതിൻ്റെ ഒരു വിഷമത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ചിലപ്പോൾ അവരുടെ ഫാമിലി ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവരെ ഏതെങ്കിലും രീതിയിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു നിരാശയിലാണ് ഇവരുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു, അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അവരിപ്പോൾ അവരുടെ ഈ ലൈഫിൽ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. അവർ സന്തോഷത്തോടു കൂടിയല്ല അവരിപ്പോഴുള്ളത്. അവർ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ അവർ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കണം. അവർക്ക് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലായതിൽ അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരുടെ സാഹചര്യം കാരണമായിരിക്കാം നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നുണ്ടാവുക. ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം.
അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എനർജി എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ ഉള്ള ഒരു പേഴ്സൺ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അവർ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സണാണ്, നിങ്ങളോട് അവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അവർ ഇമോഷണലി കണക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട്. അവരെല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയും, നിങ്ങളോട് സംസാരിക്കും. അവർ നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കേൾക്കും, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ കേൾക്കും. അത്രയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകൽച്ചയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അവരത് നിങ്ങളോട് സ്നേഹക്കുറവ് കൊണ്ടല്ല എടുക്കുന്നത്, അവരുടെ സിറ്റുവേഷൻ കാരണമാണ്. അവർ അത്രയും സ്നേഹമുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. അവരവരുടെ സിറ്റുവേഷൻ, പ്രശ്നങ്ങൾ, ഫാമിലി പ്രോബ്ലംസ് ഇത് കാരണം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. അല്ലാതെ നിങ്ങളോട് അവർക്ക് ഇഷ്ടക്കേടില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് സോൾസ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്കിപ്പോൾ നിങ്ങളോട് ഒരു ദേഷ്യമുണ്ട്. ഓക്കെ, അവർ സന്തോഷത്തിലല്ല, കുറച്ച് ഒരു ദേഷ്യം നിങ്ങളോടുണ്ട്. നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് ഏതെങ്കിലും രീതിയിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിടയിൽ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ പിണങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളോട് വഴക്കിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ അങ്ങോട്ട് പോയിട്ട് അവരോട് സംസാരിക്കാം. ഓക്കെ, ഇനി നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്ന് നിങ്ങൾ ആരെങ്കിലുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് ഇവരുടെ ഫ്രണ്ട്സുമായിട്ടോ ആരെങ്കിലുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇവരുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് കാർഡ് സെവൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ്. ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആവില്ല, എന്നാൽ കുറച്ച് പേർക്ക്, ഒരു 100-ൽ 10% പേർക്ക് ഇത് റെസിനേറ്റ് ആവും. കാരണം അവർ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം. അതുമല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ പറ്റി അവരോട് ആരെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് കൊണ്ടോ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളിൽ നിന്ന് അകൽച്ച വെച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കിപ്പോൾ നിങ്ങളിൽ നിന്നൊന്ന് അകന്ന് നിൽക്കണം, മതിയായി എന്ന രീതിയിൽ അവർ മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതുവരെ ഉണ്ടായ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ തോന്നും ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ല, ഇനി മുൻപോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ച് ഇത് എൻഡ് ആക്കാം എന്നുള്ള രീതിയിൽ മനസ്സ് മടുത്ത് തിരിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് 8 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സ് ഇപ്പോൾ ഒരു സ്റ്റെക്ക് ഫീലിങ്ങിലാണ്. അവർ ഒരു സിറ്റുവേഷനിൽ സ്റ്റെക്കായി നിൽക്കുകയാണ്. അവർക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അവരുടെ മനസ്സുകൊണ്ട് കേട്ടോ. അല്ലാതെ അവർക്ക് ശാരീരികമായിട്ട് അവർക്ക് പുറത്ത് കടക്കാൻ പറ്റും. കെട്ടിയിട്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് രക്ഷപ്പെടാം. കാരണം അവർക്ക് കെട്ടിയിട്ടാലും അവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ പറ്റും. പക്ഷെ ഇവരുടെ മനസ്സ് ഇല്ല, ഇവർ ഈ സ്റ്റെക്കായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടവർക്കാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ സ്റ്റെക്കാണ്. അതല്ലെങ്കിൽ ഇവർ ഫാമിലിയായിട്ട് ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ഇവർ സ്റ്റെക്കാണ്. അവിടെയുള്ള പ്രോബ്ലംസിൽ ഇവർ സ്റ്റെക്കാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാത്തതും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തതും. അതല്ലാതെ അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും, മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ എന്താണ് അവരുടെ അവസ്ഥ എന്ന് നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഓക്കെ. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് കപ്സ് ആണ്. ഇതൊരു സോൾമേറ്റ് കാർഡാണ്. ചിലർക്ക് ഇവർ നിങ്ങളുമായിട്ട് ഒരു കുട്ടിക്കാലം മുതലുള്ള ബന്ധമായിരിക്കാം. അങ്ങനെയല്ല, നിങ്ങൾ ഈ അടുത്താണ് കണ്ടുമുട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ അത്രയും ഒരു സ്ട്രോങ് കണക്ഷൻ്റെ കാർഡാണ് ഈ ഒരു 6 ഓഫ് കപ്സ് എന്ന് എനർജി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളിൽ നിന്ന് ശാരീരികമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നാലും അവരുടെ മനസ്സ് അത് നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. അവരുടെ തോട്ട്, അവരുടെ മനസ്സ് എല്ലാം നിങ്ങളുടെ കൂടെയാണ്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോകാൻ പറ്റില്ല. അത്രയും ഒരു ആത്മബന്ധമാണ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണുള്ളേ എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. ഒരു കാർഡ് കൂടി എടുക്കാം. മൂൺ കാർഡാണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നതായിട്ടാണ്. അവരുടെ ലൈഫിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അതും അല്ലെങ്കിൽ അവരുടെ ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം. ഇതെല്ലാം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കും. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നതാണ് അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ അവർ ചെയ്യുന്ന ഒരു കാര്യം. നിങ്ങളുമായിട്ട് എല്ലാം ഷെയർ ചെയ്താൽ നിങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു പ്രശ്നമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളായിരിക്കാം അവർ മറച്ചു പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. അവർ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങളായിരിക്കാം മറച്ചു പിടിക്കുന്നുണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാർഡ് കൂടി എടുക്കാം. ദ മജീഷ്യൻ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ അത്രയും ഇഷ്ടമാണ്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ അവരിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാർഡാണ് ഈ ഒരു കാർഡ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയാം. എല്ലാ കാര്യങ്ങളും അവർക്ക് എവിടെയാണ് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാം. ഒരു പെർഫെക്റ്റ് ആളാണ്. അതായത് ഒരു പെർഫെക്റ്റ് മാൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് വുമൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരിപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു നിങ്ങളിലേക്ക് വരുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അവരിലേക്ക് ചെല്ലണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബോട്ടം എനർജി ഒന്ന് നോക്കാം. ഏസ് ഓഫ് വാൺസ് ആണ്. ഈ ഒരു ബോട്ടം എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വരണം, ഒരു മാറ്റം, ഒരു ചേഞ്ച് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. കാർത്തിക, 2000, തൃക്കേട്ട, ലെറ്റർ സി, അവിട്ടം, മെയ് 1997, 1998, 1996, ലെറ്റർ യു, പൂരം, രേവതി, ഏപ്രിൽ, ചോതി, വിശാഖം, തിരുവാതിര, പൂയം, പൂരുട്ടാതി, 1986,
സെപ്റ്റംബർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നല്ല തോട്ട്സ് കൊണ്ടുവരിക. അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുന്നതായിട്ട്, അതുപോലെ അവർക്ക് നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുണ്ട്, അതായത് അവർ അത്രയും ആത്മാർത്ഥമായി നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഫീലിങ്ങോട് കൂടി ഹാപ്പി ആയിട്ട് നല്ല തോട്ട്സ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. താങ്ക്